നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല, ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവ്രി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് ഫസ്റ്റ് സെം എക്സാമും കാര്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമായിരിക്കും. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ ഫോർമേഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി ആണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഏത് രൂപത്തിലാണ് എക്സാംസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, അതെങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഫോർമേഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രൂപത്തിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക, അതെങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, ഏത് രൂപത്തിൽ അറ്റൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഒരു പേപ്പർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതിപ്പോൾ എത്ര മാർക്കാണ്, ഏകദേശം ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനനുസരിച്ച് ഏത് രൂപത്തിൽ എക്സാം എഴുതണം, അല്ലെങ്കിൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏത് രൂപത്തിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പം തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സോഷ്യൽ ഫോർമേഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പറിൽ നമുക്കിപ്പം 4 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കുക. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D എന്ന് പറയുന്ന രൂപത്തിലാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പം സെക്ഷൻ Aയിൽ നമുക്ക് മെയിനായിട്ടും 15 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 15 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്, പക്ഷേ ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 മാർക്ക് വീതമാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ Bയിൽ നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരുന്നത്. അതിൽ 2 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ 2 മാർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് എഴുതി വെക്കണം എന്നില്ല. ആ ഒരു മാർക്കിനനുസരിച്ച് മാത്രം നിങ്ങൾ ആൻസേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൻ Cയിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. നിങ്ങൾ 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടൽ നമുക്ക് 4 മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത്. അപ്പം അത്തരത്തിൽ എത്ര മാർക്കാണ്, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമും അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാവുന്ന രൂപത്തിലും നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ D ആണ്. സെക്ഷൻ Dയിൽ നമുക്ക് മെയിനായിട്ടും 4 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. 4 ക്വസ്റ്റ്യന് നമുക്ക് 10 മാർക്കാണ് വരുന്നത്. അതായത് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ടോട്ടൽ 70 മാർക്കിലാണ് എക്സാം വരുന്നത്. 3 hours ആണ് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഇത്ര ടൈമിനുള്ളിൽ ഈ ഒരു എക്സാമിന് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് മെയിനായിട്ടും ശ്രദ്ധിക്കുക. എത്ര മാർക്കാണെന്നുള്ളത് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു മാർക്ക് അനുസരിച്ച് നിങ്ങൾ ആൻസേഴ്സ് എഴുതി കഴിയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും അതേ രൂപത്തിൽ തന്നെ പഠിക്കുക. എത്ര മാർക്കിന് അടിസ്ഥാനത്തിലാണോ നിങ്ങൾ എക്സാം എഴുതേണ്ടതായിട്ട് വരുന്നത്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇത്ര മാർക്ക് ഏകദേശം വരും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുവേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സോഷ്യൽ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്